പ്രിയ വിദ്യാർത്ഥികളെ, അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ അധ്യയന വർഷമെങ്കിലും സ്കൂളുകളിലോട്ട് തിരിച്ചെത്തി നമ്മളുടെ ക്ലാസ് മുറികൾ വളരെ ആക്റ്റീവാക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മളുടെ പഠനം തുടരുകയും നിർവാഹമുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം ഫാഷൻ ഡിസൈനിങ് നമ്മളുടെ കോഴ്സ് അറിയാമല്ലോ അല്ലേ, അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ. നമ്മൾ കഴിഞ്ഞ വർഷം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ വർഷം കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി കൂടി അല്പം കഴിഞ്ഞ വർഷത്തെ പഠിച്ചതിനേക്കാൾ കൂടുതൽ അല്പം കൂടി ഡെമോൺസ്ട്രേഷനും അതേപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും കൂടുതൽ ഉൾപ്പെടുത്തിയായിരിക്കും ഈ വർഷത്തെ പഠനം നമ്മൾ തുടരുക. നമ്മളുടെ കോഴ്സ് അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ, നമ്മുടെ ജോബ് റോൾ വരുന്നത് അല്ലേ ഡിസൈനർ എന്നുള്ളതാണ്. ഒരു ഡിസൈനർ, ഫാഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് ഗാർമെൻറ്റും ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഗാർമെൻറ്റ്സിനെ പറ്റി. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഗാർമെൻറ്റ്സിനെ കുറിച്ചാണ്. വിവിധ തരത്തിലുള്ള ഗാർമെൻറ്റ്സ്, അവയുടെ കമ്പോണൻസ്, അതെല്ലാം ഏതെല്ലാം എന്നാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറീസ് ഓഫ് ഗാർമെൻറ്റ്സ് എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള ഗാർമെൻറ്റ്സ്, അവയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിവിധ തരം ഗാർമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗാർമെൻറ്റ് എന്നാൽ എന്ത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് എ ഗാർമെൻറ്റ്? എ ഗാർമെൻറ്റ് ഈസ് എ സിംഗിൾ പീസ് ഓഫ് ക്ലോത്തിങ് ആസ് എ കോട്ട്, എ ഗൗൺ എക്സെട്ര. ഒരു ഗാർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസ് ഓഫ് ക്ലോത്ത് ആണ്. നമ്മൾ സാധാരണ ക്ലോത്ത്സിനെ പറ്റി പറയുന്ന സമയത്ത് പല വാക്കുകളും ഗാർമെൻറ്റ്സ്, അപ്പാരൽ, ടെക്സ്റ്റൈൽസ് ഇങ്ങനെ പല വാക്കുകളും ഉപയോഗിക്കാറുണ്ട്. എല്ലാം ഏകദേശം ഒരേ അർത്ഥമാണെങ്കിൽ കൂടി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പാരൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിയിൽ ധരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നാണ് ഒരു അപ്പാരൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു സൽവാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സൽവാറിൻ്റെ ടോപ്പ്, ബോട്ടം, അതിനുപയോഗിക്കുന്ന ഷോള് അല്ലെങ്കിൽ ഓവർകോട്ട്, ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് ഒരു അപ്പാരൽ എന്ന് പറയുന്നത്. എന്നാൽ ഗാർമെൻറ്റ് എന്നുള്ളത് ഒരു സിംഗിൾ പീസ് മാത്രമാണ്. അതായത് അതിൻ്റെ ടോപ്പ് മാത്രം അല്ലെങ്കിൽ ബോട്ടം മാത്രം അല്ലെങ്കിൽ കോട്ട് മാത്രം, അങ്ങനെ ഒരൊറ്റ പീസിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഗാർമെൻറ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. ദിസ് വേർഡ് ഈസ് യൂസ്ഡ് എസ്പെഷ്യലി വെൻ ടോക്കിംഗ് അബൌട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ക്ലോത്ത്സ്. സാധാരണ രീതിയിൽ ഗാർമെൻറ്റ് എന്നുള്ള വാക്ക് അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഉള്ള ഒരു ടേമായിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത്. A garment may cover the upper or lower part of the body or the full body. അപ്പോൾ ഗാർമെന്റ്സിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് നമ്മുടെ അപ്പർ ബോഡിയെ മാത്രം കവർ ചെയ്യുന്നതായിരിക്കും, അതായത് ഷർട്ട്, ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇനി അതല്ല, ചില കേസുകളിൽ ലോവർ ബോഡിയെ മാത്രം, അതായത് പാന്റ്, സ്കേർട്ട്, അതെല്ലാം ലോവർ ബോഡിയെ മാത്രം കവർ ചെയ്യുന്ന ഗാർമെന്റ്സ് ആണ്. ഇനി ചില കേസിലോ ഫുൾ ബോഡിയെ കവർ ചെയ്യുന്ന ഗാർമെന്റ്സ് ഉണ്ട്. ഗൗൺ, ഫ്രോക്ക്, ഇതൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയെ കവർ ചെയ്യുന്ന ഗാർമെന്റ്സ് ആണ്. ഹൗ ഗാർമെന്റ്സ് ആർ കാറ്റഗറൈസ്ഡ്? എങ്ങനെയാണ് ഗാർമെന്റ്സിനെ തരം തിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗാർമെന്റ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മെനി ആസ്പെക്ട്സ്. വിവിധ തരത്തിൽ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗാർമെന്റ്സിനെ തരം തിരിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫാബ്രിക്സ്, ഏത് ടൈപ്പ് ഫാബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഗാർമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് അതിനെ നിറ്റഡ് ഗാർമെന്റ്സ്, വൂവൻ ഗാർമെന്റ്സ് ആൻഡ് നോൺ വൂവൻ ഗാർമെന്റ്സ് തരച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ് നീറ്റഡ് ഫാബ്രിക്, വൂവൻ ഫാബ്രിക് എല്ലാം. അപ്പോൾ ആ ടൈപ്പ് ഫാബ്രിക്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഇവ. മറ്റൊന്ന് സീസണെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിന്റർ വിയർ, സമ്മർ വിയർ, സ്പ്രിംഗ് വിയർ, ഓട്ടം വിയർ ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് മാനുഫാക്ചറിങ് മെത്തേഡ്, അതിനെ അടിസ്ഥാനപ്പെടുത്തി റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടൈലേർഡ് ഗാർമെന്റ്സ്. നമുക്കറിയാം അല്ലെ, റെഡിമെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കടകളിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്നതാണ്. എന്നാൽ ടൈലേർഡ് ഗാർമെന്റ്സ് നമ്മൾ ഫാബ്രിക് വാങ്ങിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈലറിംഗ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നവയാണ്. അടുത്ത ഷേപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്കേർട്ട്, ഷർട്ട്, ഡ്രസ്സ്, സ്യൂട്ട്, അതിൻ്റെ ആകൃതി അല്ലെങ്കിൽ സിലൗട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഷോർട്സ്, 3/4, ഫുൾ ഹാവ് ഓൺ, പുൾ ഓവർ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജെൻഡർ ആൻഡ് ഏജിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ.
വിമൻസ് വിയർ, മെൻസ് വിയർ ആൻഡ് ചിൽഡ്രൻസ് വിയർ. ചിൽഡ്രൻസ് വിയർ തന്നെ വീണ്ടും ഏജിനെ അടിസ്ഥാനപ്പെടുത്തി ഇൻഫൻസ്, ടോൾഡേഴ്സ്, പ്രീ സ്കൂളേഴ്സ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് ഒക്കേഷൻ ഓർ ആപ്ലിക്കേഷൻ. ഏത് സന്ദർഭത്തിലാണ് ഈ ഗാർമെന്റ്സ് ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാഷ്വൽ വിയേഴ്സ്, ഫോമൽ വിയേഴ്സ്, സ്പോർട്സ് വിയേഴ്സ്, സ്വിമ്മർ വിയേഴ്സ്, ലോഞ്ചറി ഇങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വിവിധ തരത്തില് ഗാർമെന്റ്സിനെ തരംതിരിച്ചിരിക്കുന്നതാണ്. ഇതില് നമ്മൾ നോക്കുന്നത് ജെൻഡർ ആൻഡ് ഏജിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഹൗ ഗാർമെന്റ്സ് ആർ കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ ആൻഡ് ഏജ്. നമ്മൾ പറഞ്ഞു ജെൻഡർ ആൻഡ് ഏജിനെ അടിസ്ഥാനപ്പെടുത്തി 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വിമൻസ് വിയർ, മെൻസ് വിയർ ആൻഡ് ചിൽഡ്രൻസ് വിയർ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് വിമൻസ് വിയർ. വിമൻസ് വിയർ സെഗ്മെന്റ് ബീയിങ് ദ മോസ്റ്റ് ഫാഷനബിൾ ആൻഡ് ഹാസ് ഷോൺ ആൻ ഇൻക്രീസ് ഇൻ പർച്ചേസ് ബിഹേവിയർ. ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ കാണുന്ന ഗാർമെന്റ്സ് ഉള്ള ഒരു സെക്ഷനാണ് വിമൻസ് വിയർ എന്ന് പറയുന്നത്. നമുക്ക് അറിയാലേ അത്. അതേപോലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്, സ്ത്രീകളെ പറ്റി എപ്പോഴും പറയുമല്ലേ, ഏറ്റവും അധികം ഗാർമെന്റ്സ് ഒക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എപ്പോഴും പോകുന്നതും പർച്ചേസ് ചെയ്യുന്നതും ലേഡീസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അധികം ഫാഷനബിൾ ആയിട്ടും അതുപോലെ പർച്ചേസ് ബിഹേവിയർ കൂടിയതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് വിമൻസ് വിയർ ഗാർമെന്റ്സിലോട്ട് വരിക. വെസ്റ്റേൺ വിയർ ആൻഡ് ട്രഡീഷണൽ വിയേഴ്സ് ആർ ദ 2 മെയിൻ സബ് സെക്ഷൻസ്. അപ്പം ലേഡീസ് ഗാർമെന്റ്സിൽ അല്ലെങ്കിൽ വിമൻസ് വിയറിൽ വെസ്റ്റേൺ വിയർ ഗാർമെന്റ്സും ഉണ്ട്, ട്രഡീഷണൽ വിയർ ഗാർമെന്റ്സും ഉണ്ട്. നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ അറിയാമല്ലേ. വെസ്റ്റേൺ വിയറിൽ വരുമ്പോൾ നമ്മുടെ ജീൻസ്, ടോപ്പുകളൊക്കെ വെസ്റ്റേൺ വിയർ ഗാർമെന്റ്സിൽ വരുന്നതാണ്. നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കേർട്ടുകളും അതുപോലെ സൽവാർ കമ്മീസ് ഒക്കെ ട്രഡീഷണൽ വിയേഴ്സിൽ വരുന്നതാണ്. There is a huge unbranded market for women's wear as women prefer style over a brand. മെൻസ് വിയറിൽ നിന്ന് ഉള്ള ഒരു മറ്റൊരു വ്യത്യാസമാണ് വിമൻസ് വിയറിൻ്റെ അകത്ത് ഇഷ്ടംപോലെ അൺബ്രാൻഡഡ് ഗാർമെന്റ്സ് കാണുവാൻ സാധിക്കും. കാരണം നമ്മൾ വിവിധ തരത്തിലുള്ള സ്റ്റൈലും വെറൈറ്റിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ മെൻസ് ഗാർമെന്റ്സിൽ ബ്രാൻഡഡ് ഗാർമെന്റ്സിനാണ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. ബ്രാൻഡഡ് അപ്പാരൽ ഈസ് കോമൺലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ആൻഡ് ഇൻഡോ വെസ്റ്റേൺ അപ്പാരൽസ്. ലേഡീസിന്റെ കാര്യത്തിൽ കൂടുതലും വെസ്റ്റേൺ ആൻഡ് ഇൻഡോ വെസ്റ്റേൺ അപ്പാരൽസിൽ, അതായത് ജീൻസ്, ടോപ്സ് പോലുള്ളതിൻ്റെ അകത്താണ് ബ്രാൻഡഡ് ഗാർമെന്റ്സ് ഉണ്ടാവുക. കുർത്തീസ്, ലെഗിങ്സ്, ഡെനിം, ഫോമൽ ഷർട്ട്സ്, ട്രൗസേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ഓഫീസ് വെയർ. ഇത് സാധാരണ ലേഡീസിന്റെ ഇടയിൽ ഓഫീസ് വിയർ അല്ലെങ്കിൽ ഫോമൽ വിയർ ഗ്രൂപ്പ്സിലോട്ട് ഉൾപ്പെടുന്ന ചില ഡ്രസ്സുകളാണ്. ഇനി നമുക്ക് ഏതെല്ലാം ഗാർമെന്റ്സ് ആണ് വിമൻസ് വിയർ എന്നതിൽ വരുന്നതെന്ന് നോക്കാം. ഡ്രസ്സസ്, ബ്ലൗസ്, ടോപ്സ്, പാൻസ്, സ്കേർട്സ്, ലോഞ്ചറി, കുർത്ത ആൻഡ് സൽവാർ, സാരി ആൻഡ് ബ്ലൗസ്. ഇതെല്ലാം ഡിഫറെന്റ് വിമൻസ് വിയർ ഗാർമെന്റ്സ് ആണ്. ഡ്രസ്സസ്. Dresses are long continuous garments worn over the body which includes a bodice and a skirt. ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഗൗൺ അല്ലെങ്കിൽ ഫ്രോക്ക് എന്നുള്ളതാണ്. ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്ക്. അപ്പോൾ ഫുൾ ബോഡിയെ കവർ ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ്. അതായത് അപ്പർ ബോഡിയെയും ലോവർ ബോഡിയെയും കവർ ചെയ്യുന്ന ഒറ്റ ഗാർമെന്റിനാണ് ഡ്രസ്സസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ബോഡീസ് അല്ലെങ്കിൽ അപ്പർ പാർട്ടും ഉണ്ടാവും, അതേപോലെ സ്കേർട്ട് പാർട്ടും ഉണ്ടായിരിക്കും. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഡ്രസ്സസ് അഥവാ ഗൗൺ എന്നുള്ള ടൈപ്പിലോട്ട് വരുന്നത്. ദി വേരിയേഷൻസ് ഇൻ ഡ്രസ്സസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ മാനിപ്പുലേറ്റിംഗ് ഇറ്റ്സ് ലെങ്ത്, വേസ്റ്റ് ലൈൻ, ഫ്ലയർ ആൻഡ് സീംസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് വെറൈറ്റി ഓഫ് ഡിസൈൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതിന്റെ ലെങ്ത്തിൽ വേരിയേഷൻസ് കൊടുക്കാം. ഫുൾ ലെങ്ത് വരുന്നുണ്ട്, കുറച്ചുകൂടി ലെങ്ത്, നീ ലെങ്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താം. വേസ്റ്റ് ലൈൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സിലൗട്ടിന്റെ കാര്യത്തിൽ വേസ്റ്റ് ലൈൻ കയറി വരുന്ന എംപയർ മോഡല്, പ്ലെയേഴ്സ് വളരെ കുറഞ്ഞ ട്യൂബുലാർ ഷേപ്പിലുള്ള ഗൗൺസ്, പ്ലെയേഴ്സ് മാക്സിമം ഉള്ള ബോൾ ഗൗൺ ഷേപ്പിലുള്ളത്. അപ്പൊ ഇതെല്ലാം വിവിധ തരത്തിലുള്ള ഡ്രസ്സസിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തേത് ബ്ലൗസ് ആൻഡ് ടോപ്സ് എന്നുള്ളതാണ്. ബ്ലൗസസ് ആൻഡ് ടോപ്സ് റെഫർ ടു എനി ക്ലോത്തിങ് ദാറ്റ് കവേഴ്സ് ദ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡി ഓഫ് എ ഫീമെയിൽ. അപ്പൊ എന്താണ് അപ്പർ ഹാഫ്? നമ്മളുടെ മുകൾ ഭാഗത്തേക്ക്, വേസ്റ്റിന് മുകൾ ഭാഗത്തേക്ക് കവർ ചെയ്യുന്ന ടൈപ്പ് ഗാർമെന്റ്സ് ആണ് ബ്ലൗസസ് ആൻഡ് ടോപ്സ് എന്നതിൽ പറയുന്നത്. ഇവിടെ ഒരു ബ്ലൗസിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. The different styles in blouses can be achieved through variations in bodice, collar, sleeves. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുക? നമുക്ക് വെറൈറ്റി ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോഡീസിൽ ചേഞ്ചസ് വരുത്താം. അതിൻ്റെ കട്ടിങ്സ് പലതരത്തിൽ, പ്രിൻസസ് ലൈൻ കട്ടിങ്,
അല്ലെങ്കിൽ ആം ഹോൾ പ്രിൻസസ് ലൈൻ കട്ടിങ്, അങ്ങനെ വേരിയേഷൻസ് ചെയ്യാറുണ്ട്. കോളർ വെച്ചിട്ട് നെക്ക് ലൈനിൽ വരുന്ന ഡിഫറൻസ്, അതേപോലെ സ്ലീവ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്തി വെറൈറ്റി ഡിസൈൻസ് നമുക്ക് ബ്ലൗസിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെയുള്ളതാണ് ടോപ്പുകൾ വരുന്നത്. അടുത്ത പാൻസ്. പാൻസ് ആർ ബൈഫർക്കേറ്റഡ് ഗാർമെന്റ്സ് ഫോർ ദ ലോവർ ഹാഫ് ഓഫ് ദ ബോഡി. നമ്മുടെ ലോവർ ബോഡിയെ കവർ ചെയ്യുന്ന ഗാർമെന്റ് ആണ് പാൻസ് എന്നുള്ളത്. പക്ഷെ അവയുടെ പ്രത്യേകത എന്താണ്? ബൈഫർക്കേറ്റഡ്, അതായത് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് എന്ന് പറയുന്നത് ഒറ്റ ഗാർമെന്റ് ആണ് വരിക, എന്നാൽ പാൻസ് എന്ന് പറയുമ്പോൾ ബൈഫർക്കേറ്റഡ് ഗാർമെന്റ് ആണ്. സം ഓഫ് ദി സ്റ്റൈൽസ് ഓഫ് പാൻസ് ആർ സ്ട്രെയിറ്റ്, ബെൽ ബോട്ടം, സ്ലിം ഫിറ്റ്, ടൈലേർഡ്, കാപ്രി, ഹാരൻ, ഷോർട്സ് ആൻഡ് ജോധ്പൂട്ട്സ്. ഇതെല്ലാം വിവിധ ടൈപ്പ് പാൻറ്റുകളാണ്. ചിലതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ ചില പ്രത്യേക ടൈപ്പ് ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒത്തിരി മോഡൽസ്, ചില മോഡൽസ് എല്ലാം വളരെ ട്രെൻഡി ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കും, ചിലത് ഔട്ട് ഓഫ് ഫാഷൻ ആയതാണ്. എന്തായാലും ഇവയെല്ലാം വിവിധ ടൈപ്പിലുള്ള പാൻസിന് ഉദാഹരണങ്ങളാണ്. അടുത്ത സ്കേർട്സ്. ഇത് നമുക്ക് വളരെ പരിചയമുള്ളതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. സ്കേർട്സ് ആർ ഗാർമെന്റ്സ് ഫോർ ദ ലോവർ ബോഡി. നമ്മുടെ ലോവർ ബോഡിയെ കവർ ചെയ്യുന്നതാണ്. ദേ ക്യാൻ ബി സ്ട്രെയിറ്റ്, ഫ്ലെയർഡ്, ഗാതേർഡ്, പ്ലീറ്റഡ്, ടയേർഡ് ഓർ പാനൽഡ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സ്കേർട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കേർട്സ് ക്യാൻ ബി വേരി ഇൻ ലെങ്ത് ഫ്രം മിഡി ടു ടൈ ടു ഫുൾ ലെങ്ത്. ലെങ്ത്തിന്റെ കാര്യത്തിലും സ്കേർട്ടിന് വ്യത്യാസമുണ്ട്. മിനി, മിഡി, അത് ഫുൾ ലെങ്ത്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ലോഞ്ചറി. ലോഞ്ചറി മീൻസ് അണ്ടർ ഗാർമെന്റ്സ് ആണ്. Lingerie refers to clothing items worn under the main garments and are closest to the skin. നമ്മുടെ മെയിൻ ഗാർമെന്റിന്റെ അടിയിൽ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് ആണ് ലോഞ്ചറി എന്ന് വെച്ച് അർത്ഥമാക്കുന്നത്. പക്ഷെ സാധാരണ അണ്ടർ ഗാർമെന്റ്സിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി ഫാഷനബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിരിക്കും ലോഞ്ചറി ഗാർമെന്റ്സിൽ വരുന്നത്. These include bras, bralettes, sleeves, corset, panties, drawers, body suits, etc. വിമൻസ് വെയറിൽ അണ്ടർ ഗാർമെന്റ്സ് എല്ലാം തന്നെ ലോഞ്ചറി എന്ന ഗ്രൂപ്പിലോട്ട് വരുന്നവയാണ്. കുർത്ത ആൻഡ് സൽവാർ. നമുക്ക് വളരെ പരിചിതമായ ഒരു ഗാർമെന്റ് ആണ് കുർത്ത ആൻഡ് സൽവാർ. ഒരു ഗാർമെന്റ് അല്ല, രണ്ട് ഗാർമെന്റ് അല്ലെ, രണ്ട് പീസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. കുർത്ത എന്ന് പറയുന്നത് ടോപ്പും സൽവാർ എന്ന് പറയുന്നത് അതിന്റെ ബോട്ടവുമാണ്. കുർത്ത കവേഴ്സ് ദ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡി ആൻഡ് സൽവാർ ദ ബൈഫർക്കേറ്റഡ് ഗാർമെന്റ് കവേഴ്സ് ദ ലോവർ ഹാഫ്. കുർത്ത അപ്പർ ഹാഫ് കവർ ചെയ്യുന്നതും സൽവാർ ലോവർ ഹാഫ് കവർ ചെയ്യുന്നതാണ്. അപ്പൊ രണ്ട് ഗാർമെന്റ് കൂടി ചേർന്ന ഒരു അപ്പാരലാണ് കുർത്ത ആൻഡ് സൽവാർ എന്നുള്ളത്. സം ഓഫ് ദി വേരിയേഷൻസ് ഇൻ കുർത്ത സ്റ്റൈലിംഗ് ആർ കാലിദാർ കുർത്ത, കുർത്ത വിത്ത് യോക്ക്, എ ലൈൻ ആൻഡ് സ്ട്രെയിറ്റ് കുർത്താസ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുർത്താസ് ഉപയോഗിക്കാറുണ്ട്. സിമിലർലി ചുരിദാർ ആൻഡ് പട്യാല സൽവാർ ആർ വേരിയേഷൻസ് ഓഫ് ദ പ്ലെയിൻ സൽവാർ. പ്ലെയിൻ സൽവാർ നമുക്ക് പരിചിതമാണ്. അതേപോലെ തന്നെ പട്യാല സൽവാർ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് പോകുന്ന പ്ലാസേഴ്സ് അല്ലെ, അതെല്ലാം ഡിഫറെന്റ് മോഡൽസ് ഓഫ് സൽവാർ ആണ്. അടുത്ത സാരി ആൻഡ് ബ്ലൗസ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് സാരി ആൻഡ് ബ്ലൗസ് എന്നുള്ളത്. സാരി ഈസ് എ ട്രഡീഷണൽ ഇന്ത്യൻ വിമൻസ് വെയർ മെയ്ഡ് ഓഫ് 6 yards ഓഫ് അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക് ദാറ്റ് ഈസ് ഡ്രേപ്ഡ് ഓൺ ദ ബോഡി. മറ്റു ഗാർമെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അൺസ്റ്റിച്ച്ഡ് ഗാർമെന്റ് ആണ്, ദാറ്റ് ഈസ് ഡ്രേപ്ഡ്. നമ്മൾ പിന്നെ ഉപയോഗിച്ച ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് പ്ലേറ്റ്സും ഫ്ലെയേഴ്സും എല്ലാം കൊടുത്ത് അതിനെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുന്നു അല്ലെ, ഭംഗിയായിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് സാരി ധരിക്കുന്നത്. സാരി ഈസ് പെയർഡ് വിത്ത് സാരി ബ്ലൗസ് വിച്ച് ഈസ് സ്റ്റിച്ച്ഡ് ടോപ്സ്. സാരി എപ്പോഴും ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച്ഡ് ടോപ്സിന്റെ കൂട്ടത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അതും വെറൈറ്റി ഓഫ് ടോപ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Plain and choli cut blouses are among the few variations of sari blouses. അപ്പോൾ ഇത്രയുമാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിമൻസ് വെയർ. അടുത്തത് മെൻസ് വെയർ ആണ്. മെൻസ് വെയർ is the largest segment in India which merchandise garments like trousers, inner wear, t-shirts, formal shirts, active wear, ethnic wear, denims, etc. ഇന്ത്യയിലെ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടക്കുന്നത് മെൻസ് വെയർ ഗാർമെന്റ്സ് ആണ്. മെൻസ് വെയർ ഗാർമെന്റ്സിൽ ഉൾപ്പെടുന്നത് ട്രൗസേഴ്സ് അഥവാ പാൻസ്, അതേപോലെ ഇന്നർ വിയേഴ്സ്, ടീഷർട്ട്സ്, ഷർട്ട്, ആക്റ്റീവ് വിയർ, എത്നിക് വിയർ, ഇതെല്ലാം മെൻസ് വെയർ ഗാർമെന്റ്സിൽ ഉൾപ്പെടുന്നവയാണ്. ഡെനിം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രിഫേർഡ് സബ് കാറ്റഗറീസ് ആൻഡ് ഡിമാൻഡ് കണ്ടിന്യൂസ് ഗ്രോ. ഡെനിം, എപ്പോഴും നമ്മൾ ഡെനിം എന്ന് പറയുമ്പോൾ ജീൻസ് ആണ് ഓർമ്മ വരിക. ജീൻസ് മാത്രമല്ല, ടോപ്സും
ഓവർകോട്ടും എല്ലാം ഡെനിം മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കാറുണ്ട്. ദാറ്റ്സ് ദ മോസ്റ്റ് പ്രിഫേർഡ് സബ് കാറ്റഗറീസ് ഓഫ് വിമൻ വെയർ. ഏറ്റവും കൂടുതൽ ജെൻസ് ഇഷ്ടപ്പെടുന്നതാണ് ഡെനിം ഫാബ്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഗാർമെന്റ്സ്. ഇൻട്രസ്റ്റ് ഇൻ ഫിറ്റ്നസ് ഹാസ് ലെഡ് ടു ഗ്രോത്ത് ഓഫ് ഗാർമെന്റ്സ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ സ്പോർട്സ്, ജിമ്മിങ്, യോഗ, സ്വിമ്മിങ് ആൻഡ് ജോഗിങ്. ഫിറ്റ്നസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സും ഇന്ന് വിപണിയിൽ ധാരാളമായിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഗാർമെന്റ്സ് ഡിസൈൻഡ് ഫോർ സ്പോർട്സ്, സ്പോർട്സ് ട്രാക്ക് എന്നൊക്കെ പറയുന്നില്ലേ, സ്പോർട്സ് സ്യൂട്ടുകൾ, സ്പോർട്സ് പാൻറ്, യോഗ, അതേപോലെ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്നത്, ജോഗിങ്ങിന് ഉപയോഗിക്കുന്ന, അതെല്ലാം സാധാരണ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇവയും ഇന്നത്തെ കാലത്ത് വളരെയധികമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഗാർമെന്റ്സ് ആണ്. മെൻസ് വെയർ ഗാർമെന്റ്സ് ഏതെല്ലാം എന്ന് നോക്കാം. ഷർട്ട്, ടീഷർട്ട്, പാന്റ്, സ്യൂട്ട്, ധോത്തി, കുർത്ത, പൈജാമ ഇവയെല്ലാം വിവിധ മെൻസ് ഗാർമെന്റ്സിന് ഉദാഹരണങ്ങളാണ്. ഷർട്ട് ആൻഡ് ടീഷർട്ട് ഏറ്റവും അധികം ജെൻസിന്റെ ഇടയിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലെ പോപ്പുലർ ആയിട്ടുള്ളതാണ് ഷർട്ട് ആൻഡ് ടീഷർട്ട്സ് വരുന്നത്. ദീസ് ആർ ഗാർമെന്റ്സ് ദാറ്റ് കവർ ദ അപ്പർ ടോർസോ ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സ്റ്റിഫ് കോളർ ആൻഡ് ഫുൾ ലെങ്ത്ഡ് ബോട്ടം ഡൗൺ പ്ലാക്കറ്റ് ഇൻ ഫ്രണ്ട്. ഇവയുടെ പ്രത്യേകത എന്താണ്? കോളർ ഉണ്ടാവും മിക്കവാറും അല്ലെ, ഷർട്ടിന് കോളർ ഉണ്ട്. അതേപോലെ ഫ്രണ്ടില് ഒരു ഫുൾ ബട്ടൺ ഉപയോഗിച്ചുള്ള ഫുൾ ഓപ്പൺ ആയിട്ടുള്ള പ്ലാക്കറ്റ് ഉണ്ടായിരിക്കും. സ്ലീവ് മേ ബി ഫുൾ സ്ലീവ് ആകാം, ഹാഫ് സ്ലീവ് ഉണ്ടാവും. A t-shirt is a casual counterpart of the shirt which are generally short sleeved. അല്പം കൂടി കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ടീഷർട്ട്സ്. ഇതിൽ സാധാരണ ഹാഫ് സ്ലീവ് ആയിരിക്കും, ഫുൾ സ്ലീവും ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് പാൻറ്. പാൻസ് ആർ ബൈഫർക്കേറ്റഡ് ഗാർമെന്റ് ഫോർ ദ ലോവർ ഹാഫ് ഓഫ് ദ ബോഡി. ബോഡിയുടെ താഴ്ഭാഗം കവർ ചെയ്യുന്ന ബൈഫർക്കേറ്റഡ് ഗാർമെന്റ് ആണ് പാൻറ് എന്നുള്ളത്. The variation in which the leg of the pants reach above, below or at the knee length is called shorts. ഇതിൽ തന്നെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ഷോർട്സ് ഉപയോഗിക്കാറുണ്ട്, ഇതിന് തൊട്ട് താഴെയായിട്ടായിരിക്കും അവയുടെ ലെങ്ത് ഉണ്ടാവുക. The term trousers are used to refer the same garment in British English. നമ്മൾ സാധാരണ ചെറിയ ഷോർട്സിനാണ് ട്രൗസർ എന്ന് പറയാം, പക്ഷെ ആക്ച്വലി ട്രൗസർ മീൻസ് പാൻസ് തന്നെയാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ട്രൗസർ എന്നുള്ള ടേം. Next, suit. It is a set of garment that consists of multiple components, usually a jacket and a pair of trousers. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? രണ്ട് ഗാർമെന്റ് സെറ്റ് ആണ് ഒരു സ്യൂട്ട് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഒരു ജാക്കറ്റ് ഉണ്ടാവും, അല്ല ഒരു ഓവർകോട്ട് പോലത്തെ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ട്രൗസർ, പാന്റ്. ഇത് രണ്ടും ഒരേ മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുക. They are typically made of same fabric and designed to worn together. രണ്ടും ഒന്നിച്ചാണ് ധരിക്കുന്നത്. ചില കേസിൽ 3 പീസ് ഉണ്ടാവും, ഇൻസൈഡിൽ ഒരു വെസ്റ്റ് കോട്ട് കൂടി ഉണ്ടാവും. അങ്ങനെ 3 പീസ് സ്യൂട്ടും 2 പീസ് സ്യൂട്ടും ഉണ്ട്. സ്യൂട്ട് മേ ബി 2 പീസ്, 3 പീസ്, സിംഗിൾ ബ്രസ്റ്റഡ് ഓർ ഡബിൾ ബ്രസ്റ്റഡ്. നെക്സ്റ്റ് ധോത്തി. ഇത് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗാർമെന്റ് ആണ്. ധോത്തി is a traditional men's clothing from the Indian subcontinent made of unstitched fabric that is wrapped around the legs. നമ്മുടെ വേസ്റ്റിനെ ചുറ്റി ധരിക്കുന്ന ഒരു അൺസ്റ്റിച്ചഡ് ഗാർമെന്റ് ആണ് ധോത്തി എന്നുള്ളത്. ദ സ്റ്റൈൽ ഓഫ് റാപ്പിംഗ് ഓഫ് ദ ധോത്തി വേരീസ് ഫ്രം റീജിയൻ ടു റീജിയൻ. അപ്പൊ അത് ഉടുക്കുന്ന രീതി ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ധോത്തിയുടെ അല്പം കൂടി വ്യത്യാസപ്പെട്ട ഒരു രീതിയും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് കുർത്ത ആൻഡ് പൈജാമ എന്നുള്ളത്. It is a traditional men's wear of the Indian subcontinent. Consists of a tunic called the kurta and bottom called kajama. നമ്മൾ നേരത്തെ ലേഡീസ് ഗാർമെന്റ്സിൽ പറഞ്ഞ പോലെ തന്നെ ടോപ്പിന് പറയുന്നത് കുർത്ത എന്നാണ്, ബോട്ടം അതിന് പറയുന്നത് പൈജാമ എന്നാണ്. Variations can be seen in terms of length and silhouette of the kurta. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന കുർത്തയില് അതിന്റെ ലെങ്ത്തിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ഷേപ്പിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെൻസ് ഗാർമെന്റ്സ്. അടുത്തത് ചിൽഡ്രൻസ് വെയർ ആണ്. ബേസ്ഡ് ഓൺ ഏജ്, ചിൽഡ്രൻസ് വെയർ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഫൻസ്, ടോൾഡേഴ്സ്, യങ് ചിൽഡ്രൻ ആൻഡ് ടീൻസ്. ഇൻഫന്റ് വെയർ ചെറിയ കുട്ടികൾ അല്ലെ, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇൻഫൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരിക. ക്ലോത്തിങ് ഷുഡ് ബി കംഫർട്ടബിൾ. അവരെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം ക്ലോത്തിങ്, കാരണം അവരുടെ ബോഡി വളരെ സോഫ്റ്റ് ആണ്. So the clothing should be comfortable and able to absorb moisture and easy to care. അതൊക്കെ ചിൽഡ്രൻസ് വെയറിൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള
ഫാബ്രിക് മാത്രം ഉപയോഗിക്കുക. അതുപോലെ മോയ്സ്ചർ അബ്സോർബൻസിയും ഈസി ടു കെയർ ഒക്കെ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഇൻഫന്റ് ഗാർമെന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദ ഓപ്പണിംഗ് ഷുഡ് നോട്ട് ഹാം ദ ബേബി. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ഓപ്പണിങ്സ്, പ്ലാക്കറ്റ്സ്, ബട്ടൺസ് ഒക്കെ ഒരിക്കലും എഡ്ജ് ഉള്ളതോ ഒന്നും ആയിരിക്കരുത്. സോഫ്റ്റ് പേസ്റ്റൽ കളേഴ്സ്, സ്ട്രൈപ്സ്, പ്രിന്റ്സ് എക്സെട്ര ആർ യൂസ്ഡ് ഇൻ ഇൻഫന്റ് ഗാർമെന്റ്സ്. അപ്പൊ വളരെ സോഫ്റ്റ് പേസ്റ്റൽ കളേഴ്സും അതിൽ ചെറിയ സ്ട്രൈപ്സ്, ഡിസൈൻസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഇൻഫന്റ്സ് ഗാർമെന്റ്സിൽ ഉപയോഗിക്കുന്നത്. Ornamentation is generally in the form of prints or machine embroidery. സാധാരണ വലിയ ബട്ടൺസ് ഒന്നും ഇതിൽ ഉപയോഗിക്കാറില്ല. വലിയ തരത്തിലുള്ള ഡെക്കറേഷൻസ്, സീക്വൻസും അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. ചെറിയ പ്രിന്റ്സോ അല്ലെങ്കിൽ മെഷീൻ എംബ്രോയിഡറി മാത്രമായിരിക്കും ഇവിടെ ഓർണമെന്റേഷനിൽ ഉപയോഗിക്കുക. സൈസ് റേഞ്ചസ് ആർ മെൻഷൻഡ് ഇൻ മന്ത്സ് ആൻഡ് ഇൻക്ലൂഡ് 3 months, 6 months, 9 months. അങ്ങനെ ആ വേരിയേഷനിലായിരിക്കും സൈസ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇൻഫന്റ് ഗാർമെന്റ്സ് ഇൻക്ലൂഡ്സ് ഫ്രോക്സ്, ജംസ്യൂട്ട്സ്, ബൂട്ടീസ്, വൺ പീസ് സ്ലിപ്പേഴ്സ്, ടീഷർട്ട്സ്, ഷോർട്സ്, ഷർട്ട്സ്, സ്കേർട്ട്സ്. ഇതെല്ലാം വിവിധ തരം ഇൻഫന്റ് ഗാർമെന്റ്സിന് ഉദാഹരണങ്ങളാണ്. അടുത്ത് ഷോൾഡേഴ്സ് വിയർ. അല്പം കൂടി ഏജ് കൂടിയ കുട്ടികളാണ്. ദ ചിൽഡ്രൻ ഇൻ ദ റേഞ്ച് ഓഫ് 1 to 3 years ആർ ടേംഡ് as ഷോൾഡേഴ്സ്. കളർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ആസ് ചിൽഡ്രൻ ഗെറ്റ് അട്രാക്റ്റഡ് ടു ബ്രൈറ്റ് കളേഴ്സ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നത് കളേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉള്ള ഗാർമെന്റ്സ് ആയിരിക്കും അവര് ഇഷ്ടപ്പെടുക. ഫാസ്റ്റനേഴ്സ് ഷുഡ് ബി സ്ട്രോങ്, ബിഗ് ആൻഡ് ഹാംലെസ്. കുട്ടികൾ സാധനങ്ങൾ കയ്യിൽ പിടിക്കാനും എടുത്ത് വായിലിടാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റനേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കണം ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ വലിപ്പം കൂടിയവയുമായിരിക്കണം. ദ സീംസ് ഷുഡ് ബി ടൈറ്റ്ലി സെക്യൂർഡ്. Elasticated waist and tie strings and adjusters are suitable options for openings. ഓപ്പണിങ്സ് വളരെ എളുപ്പത്തിൽ അവർക്ക് തുറക്കാനും ഇടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഓപ്പണിങ്സ് ആയിരിക്കണം. ഫ്രോക്ക്, പാന്റ്, ടീഷർട്ട്, ടോപ്സ്, സെറ്റേഴ്സ്, ഡംഗ്രേസ് എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത യങ് ചിൽഡ്രൻസ് വെയർ. ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 3 to 7 years ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. At this age, children are highly influenced by cartoon characters and prefer clothing with the favorite characters. നമുക്കറിയാം അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സിലും അവർ ഉപയോഗിക്കുന്ന ബാക്കി സാധനങ്ങളിലെല്ലാം തന്നെ അവരുടെ ആ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഡിസൈൻസ് ഉള്ളതൊക്കെ ആയിരിക്കും അവരെപ്പോഴും വാങ്ങാനായിട്ട് ഇഷ്ടപ്പെടുക. ഗാർമെന്റ് റിഫ്ലെക്ട്സ് ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ്സ് ഇൻ ടേംസ് ഓഫ് കളർ, പ്രിന്റ്സ്, ഫാബ്രിക്. എപ്പോഴും ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള പ്രിന്റ്സും ഫാബ്രിക്കും ഒക്കെ ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ കൂടുതൽ ഇഷ്ടം തോന്നുക. ദ ഗ്രോത്ത് ചേഞ്ചസ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് ഫോർ ദ കാറ്റഗറി. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. ഡ്രസ് ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ ആ ഗ്രോത്ത് ചേഞ്ചസിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഷർട്ട്, പാൻസ്, ഷോർട്സ്, ടീഷർട്ട്സ്, ടോപ്സ്, സ്കേർട്ട്സ് ഇതെല്ലാം തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഗാർമെന്റ്സ് ആണ്. അടുത്തത് ടീൻസ് വെയർ. ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 7 and 15 years of boys and girls comes under this group. Garments should be comfortable and support their active lifestyle. ടീൻസ് അല്ലെങ്കിൽ ടീനേജ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് അവര്. എപ്പോഴും ഓടിച്ചാടി നടക്കുകയും വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കണം ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടേണ്ടത്. സ്കൂൾ ഗോയിങ് ഗ്രൂപ്പ് ആൻഡ് ദർ ഈസ് എ നീഡ് ഓഫ് യൂണിഫോംസ്. തീർച്ചയായിട്ടും യൂണിഫോംസ് യൂസ് ചെയ്യുന്ന അല്ലെ സ്കൂൾ ഗോയിങ് ഗ്രൂപ്പാണിത്. Clothing is influenced by peers, media, personal taste and preference, lifestyle and the desire to stand out from crowd. ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുടെ ക്ലോത്തിങ് താല്പര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ പിയേഴ്സ്, കൂട്ടുകാരാണ്. അതുപോലെ മീഡിയ, എപ്പോഴും പരസ്യങ്ങൾ കണ്ടിട്ട് അത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഇവർ ഇഷ്ടപ്പെടുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന്, ഒരു ക്രൗഡിൽ നിന്ന് എടുത്തു കാണിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസും ഗാർമെന്റ്സും ആയിരിക്കും ഈ ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ പ്രിഫർ ചെയ്യുക. ഷർട്ട്, ടീഷർട്ട്സ്, പാൻസ്, ട്രാക്ക് പാൻസ്, റിപ്ഡ് ജീൻസ്, ലെഗിങ്സ്, ടോപ്സ്, സ്കേർട്ട് ഇതെല്ലാം ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഇഷ്ടപ്പെടുന്ന ഗാർമെന്റ്സ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാർമെന്റ്സ് എന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഷാൽ വി ഹാവ് സം ആക്ടിവിറ്റീസ്? ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ച് 1-2 ചെറിയ ആക്ടിവിറ്റീസ് കൂടി നൽകുകയാണ്. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് വൺ ആൽബം പ്രിപ്പറേഷൻ. അതിന്റെ ടോപ്പിക് ടൈപ്സ് ഓഫ് ഗാർമെന്റ്സ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാർമെന്റ്സ് ഫ്രം മാഗസീൻസ് ആൻഡ് കാറ്റഗറൈസ് ദം
അണ്ടർ ദ ഫോളോയിങ് ടൈപ്സ്. താഴെ കുറച്ച് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ നിങ്ങൾ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം നിർമ്മിക്കുക. ഫോർമൽ വിയേഴ്സ്, കാഷ്വൽ വിയേഴ്സ്, എത്നിക് വിയേഴ്സ്, ആക്റ്റീവ് വിയേഴ്സ്, അത്ലീഷർ. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തത് ജെൻഡർ, ഏജിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അവരെല്ലാം തന്നെ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഗാർമെന്റ്സ് എല്ലാം ഫോർമൽ വിയേഴ്സ് അല്ലെങ്കിൽ കാഷ്വൽ വിയേഴ്സ് ഇതിലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു തരത്തില് നിങ്ങൾ ഗാർമെന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്വിം വിയർ, സ്ലീപ്പ് വിയർ, നിറ്റ് വിയർ, ഔട്ടർ വിയർ, അണ്ടർ വിയർ. ഇതെല്ലാം ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഏതാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ ഒരു വർക്ക്, മേക്ക് എ ഡിക്ഷണറി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാർമെന്റ്സ്. നമ്മൾ ഗാർമെന്റ്സിനെ പറ്റി പറയുമ്പോൾ പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. സൽവാർ, കുർത്ത, കുർത്തി, പാട്യാല ബോട്ടം, പലാസോ ബോട്ടം, ഇങ്ങനെയൊക്കെ പല ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിക്ഷണറി റെഡിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വർക്ക്. മൂന്നാമത്തെ വർക്ക്, പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷർട്ട്സ്. വിവിധ തരത്തിലുള്ള ഷർട്ട്സ്. ഷർട്ട് ഇപ്പോൾ മെന്നും വിമനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവർ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഷർട്ടുകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു റിപ്പോർട്ട് റെഡിയാക്കുക എന്നുള്ളത്. നാലാമതൊരു വർക്ക്, മേക്ക് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാൻസ്. വിവിധ തരത്തിലുള്ള പാൻറ്റുകൾ. പാൻറ്റും ഇപ്പോൾ യൂണിസെക്ഷൽ ഗാർമെന്റ് ആണ്. ഫീമെയിൽസും മെയിൽസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാൻറ്റിനെ പറ്റിയുള്ള ഒരു കളക്ഷൻ റെഡിയാക്കുക എന്നുള്ളത്. ഇത്രയും വർക്കുകൾ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ഗാർമെന്റ്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.